ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വൈൻ ഗ്ലാസ് ബോയ് യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്പനിയിൽ കണ്ടുപോലെ തന്നെ ഞാൻ എങ്ങനെ ഒരു വയലിനിസ്റ്റായി എന്നതാണ് എൻ്റെ കണ്ടന്റ്. അത് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. അപ്പം അത് ഈ വീഡിയോ ഇടാനുള്ള കാരണം ഞാൻ എന്നോട് കുറേ പേര് ചോദിച്ചു, സാർ എങ്ങനെയാണ് പഠിച്ചു വന്നത്, സാർ ആരുടെ അടുത്താണ് പഠിച്ചത്, ഇതെങ്ങനെയാണ് വയലിനിസ്റ്റ് ആ ഒരു തലത്തിലേക്ക് എത്തിയെന്നുള്ളത് ചോദിച്ചു. അപ്പം അതിനെ ബേസ് ചെയ്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഇൻസ്പയർ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത്. കുറച്ച് പേർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആവും. അപ്പം വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ കൊടുത്ത് അതിൽ ഓൾ കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങളിലേക്ക് എത്തും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. ഓക്കെ, ഞാൻ വയലിനിസ്റ്റായതിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റോറി ഞാൻ നിങ്ങൾക്ക് പറയാം. ഞാൻ വയലിൻ പഠിക്കുന്നത് എൻ്റെ 3rd സ്റ്റാൻഡേർഡിലാണ്. ആദ്യം വയലിൻ പഠിച്ചു തുടങ്ങിയത് ഞാൻ നമ്മുടെ കോട്ടയം കലാക്ഷേത്രത്തിലുള്ള മാത്യു സാറിൻ്റെ അടുത്താണ് ഞാൻ വയലിൻ ആദ്യമായിട്ട് തുടങ്ങുന്നത്. അത് അന്ന് കോട്ടയത്ത് ജവഹർ ബാലഭവൻ എന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു. ഇപ്പം അതുണ്ടോ എന്ന് അറിയില്ല, ഇപ്പം എനിക്ക് തോന്നുന്നു അത് സ്റ്റോപ്പായി പോയി തോന്നുന്നു. അപ്പോൾ ഈ ജവഹർ ബാലഭവനിൽ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ലെസൺസ് എല്ലാം കൊടുക്കുമായിരുന്നു. വയലിന്, ഹാർമോണിയം, അങ്ങനെ അന്ന് കീബോർഡ് വന്നിട്ടില്ല, അന്ന് ഹാർമോണിയം ആയിരുന്നു. അന്ന് എൻ്റെ സിസ്റ്റർ ഹാർമോണിയം പഠിക്കാൻ ചേർന്നപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എന്നെയും വീട്ടിലെ ശല്യമൊക്കെ തീർക്കാൻ വേണ്ടി വയലിനും കൊണ്ട് എൻ്റെ പപ്പ ചേർത്തു. അങ്ങനെ വയലിൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അന്ന് കർണാട്ടിക്കാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അന്ന് അവിടെ പഠിപ്പിച്ചിരുന്നത് കലാക്ഷേത്രം മാത്യു സാറാണ്. മാത്യു സാർ ഇന്നില്ല, മരിച്ചുപോയി. അപ്പം മാത്യു സാറിൻ്റെ അടുത്ത് ഞാൻ ആദ്യം ബേസിക് കുറച്ച് കർണാട്ടിക്കുകൾ പഠിച്ചു, കർണാട്ടിക്കിൻ്റെ സ്റ്റൈൽസ് പഠിച്ചു. അവിടുന്ന് കർണാട്ടിക് കണ്ടിന്യൂ ചെയ്തു. അതുവരെ നമുക്ക് വെസ്റ്റേൺ എന്നുള്ള ഒരു മ്യൂസിക് ഉണ്ട്, അതായത് വെസ്റ്റേൺ നൊട്ടേഷൻ റീഡ് ചെയ്യുന്ന ഒരു മ്യൂസിക് ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ചെറുപ്പമായിരുന്നല്ലോ, അതുപോലെ ആർക്കും അറിയില്ലായിരുന്നു. അങ്ങനെ അത് കുറച്ച് നാളങ്ങ് പോയി. അത് കഴിഞ്ഞപ്പം മാത്യു സാറ് കലാക്ഷേത്രത്തിലേക്ക് പോയി. അവിടുന്ന് ദിവാകരൻ സാറ്, പുതുപ്പള്ളി ദിവാകരൻ സാറ് ഇൻചാർജായി. അപ്പം മാസ്റ്ററിൻ്റെ അടുത്ത് പഠിച്ചു. അങ്ങനെ ക്ലാസ്സിൽ കുറച്ചൊക്കെ പഠിച്ച് കീർത്തനമൊക്കെ ആകാറായപ്പമാണ് നമുക്കൊരു കോട്ടയത്തുള്ള ഒരു നല്ലൊരു ഗിറ്റാറിസ്റ്റ് അമനേഷ്യേട്ടൻ എന്നെ സാറിനെ പരിചയപ്പെട്ടു. അങ്ങനെ നമ്മുടെ കോട്ടയത്ത് കുട്ടിയച്ചൻ സാർ എന്ന ഒരു സാറ് വന്ന് വയലിൻ പഠിപ്പിക്കുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, നീ അവിടെ പോയി പഠിക്കൂ, വെസ്റ്റേൺ നമുക്ക് ഇനിയുള്ള കാലത്ത് വേണ്ടി വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വെസ്റ്റേൺ വയലിൻ പഠിക്കാനായിട്ട് നമ്മുടെ കോട്ടയത്ത് ചേർന്നു. അന്നത്തെ ബാച്ചിൽ ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു. നമ്മുടെ കോട്ടയത്ത് ശാസ്ത്രി റോഡിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരുന്നത്. ചെറിയ റൂമായിരുന്നു. അപ്പം ഞങ്ങൾ ആദ്യമേ ഇങ്ങനെ ക്ലാസ്സസിനായിട്ട് സ്കൂളിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ഞാൻ പോകുന്നത്. അത് ഞങ്ങളുടെ ബാച്ചിലുണ്ടായിരുന്ന കുറേ ആൾക്കാരുണ്ട്. ജോബി, ഇന്നവരൊക്കെ നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ വായിക്കുന്നുണ്ട്, ബ്ലസ്സൻ ചേട്ടൻ, അങ്ങനെ ഞങ്ങൾ കുറേ പേര് ആ ഒരു ടൈമിലുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരു ഭയങ്കര ഫ്രണ്ട്ഷിപ്പിൽ പഠിച്ചു എന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയും. അത് കുറേ നാൾ പഠിച്ചു. അപ്പം കുട്ടിച്ചൻ മാഷ് എന്നോട് പറഞ്ഞു, കുറച്ച് ഡിഫിക്കൽട്ടുള്ള സംഭവമാണ്. ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ കർണാടകയിൽ നിന്ന് മാറിയതുകൊണ്ട് ഹോൾഡിംഗ് ഒക്കെ ഞാൻ വയലിൻ പിടിച്ചിട്ടിരുന്നൊക്കെ തന്നെ ഇങ്ങനെ പിടിച്ചിട്ടാണ് വായിച്ചിട്ടിരുന്നത്. കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. വയലിൻ പിടിക്കുമ്പം പിടിക്കുന്നതൊക്കെ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ടാണ്. സാധാരണ കർണാടകയിൽ ഒരു ഹോൾഡിംഗ് പാറ്റേൺ നോർമലി ഇല്ല. അപ്പം ഞാൻ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഹോൾഡിംഗ് ഒക്കെ ഒന്ന് കറക്റ്റായിട്ട് കുറച്ച് ടൈം എടുത്തു. പക്ഷേ ഞാൻ അതിന് ട്രൈ ചെയ്തു. അധികം ട്രൈ ചെയ്തില്ലെന്ന് പറയാം, കുറച്ച് മടിയുണ്ടായിരുന്നു ആദ്യമൊക്കെ. മാഷിൻ്റെ അടുത്ത് പഠിക്കണമെങ്കിൽ കുട്ടിയെ മാഷിൻ്റെ അടുത്ത് പഠിക്കുന്നത് അറിയാം, നല്ല സ്ട്രിക്റ്റ് ആണ്. പഠിക്കാതെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ രക്ഷയില്ല. അങ്ങനെ ഞാൻ അവിടെ പഠിച്ചു കണ്ടിന്യൂ ചെയ്തു. സ്കൂളുകളിലൊക്കെ കലോത്സവത്തിനൊക്കെ പ്രൈസ് കിട്ടി തുടങ്ങി. അങ്ങനെ ഇതിൻ്റെ അകത്ത് നമ്മൾ കുറച്ചങ്ങ് മാറിക്കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് പഠിക്കേണ്ടതായിട്ടുള്ളത് നമുക്ക് മനസ്സിലായത്. ഓക്കെ, സാറ് പഠിപ്പിച്ചിരുന്ന ലെസൺസ് എല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുള്ളൂ. അതിലുപരി നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ഒരു സംഭവമാണ് സ്കെയിൽസ്. സ്കെയിൽ സ്റ്റഡീസും പീസസ് സ്റ്റഡീസും, നമ്മൾ പീസുകളും നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്യണം. ഇപ്പം സ്കെയിൽസ് ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഇതൊക്കെ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ പഠിക്കുന്നവർ തീർച്ചയായിട്ടും ഡെയിലി നമ്മൾ ഈ സ്കെയിൽസ് ഒക്കെ നല്ലോണം പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ എന്തെങ്കിലും വാരി വലിച്ച് കുറേ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ വയലിനിസ്റ്റ് ആകത്തില്ല. അതിനുവേണ്ടി വർക്ക് ചെയ്യണം, അതിനുവേണ്ടി കുറേ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പം തീർച്ചയായിട്ടും ഇങ്ങനെ സ്കെയിൽസ് പിന്നെ പീസുകളൊക്കെ നല്ലോണം വൃത്തിയായിട്ട് പതിയെ ഇന്ന് വായിച്ചു പിടിക്കുക. കാരണം കുട്ടിച്ചൻ മാഷിൻ്റെ അടുത്ത് ഞങ്ങൾ അന്നത്തെ ആ ഒരു ബാച്ചിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് ചെല്ലണമെങ്കിൽ, ക്ലാസ്സിലോട്ട് ചെല്ലണമെങ്കിൽ പഠിക്കാതെ ചെല്ലാൻ പാടില്ല. കാരണം ചെന്ന് കഴിഞ്ഞാൽ
സാറ് എന്ന് ചോദിക്കും, നീ എന്തിനാ വരുമെന്ന് ചോദിക്കും. പഠിക്കാതെ വന്നിട്ട് നിനക്ക് വേറെ എന്തെങ്കിലും ജോലിയൊക്കെ കിട്ടും, നീ അതിന് പോയാൽ പോരെന്ന് ചോദിക്കും. അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ് കുട്ടിയെല്ലാം ഉണ്ടായത്. പക്ഷേ മാഷിൻ്റെ ടീച്ചിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. നല്ല അടിപൊളിയായിട്ട് പഠിപ്പിക്കും. ഇപ്പോഴും ആൾക്കാർ മാഷിൻ്റെ അടുത്ത് പഠിക്കുന്നുണ്ട്. കോതമംഗലത്ത് ഏഞ്ചൽ സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന് പറഞ്ഞ സ്കൂൾ മാഷ് നടത്തുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ കുറച്ച് കണ്ട് വന്നു. അത് കഴിയുമ്പം കുട്ടിജി മാഷ് അവിടെ നിന്ന് നേരെ കോതമംഗലത്തിന് പോയി. പിന്നെ ഞങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് മാത്യു സാർ എന്ന് പറഞ്ഞാൽ കോട്ടയം കളത്തിപ്പടിയിലുള്ള നമ്മുടെ വെസ്റ്റേൺ വൈനും വായിക്കുന്ന മാത്യു സാറാണ് കണ്ടിന്യൂ ചെയ്തത് കുറേ നാളത്തേക്ക്. അപ്പം മാത്യു സാറിൻ്റെ കീഴിൽ ഞങ്ങൾ പഠിച്ചു. ഞങ്ങൾ കുറച്ച് ആ ബാച്ചിലുണ്ടായിരുന്ന എല്ലാവരും പഠിച്ചു. സെയിം സ്ഥലത്ത് നിന്ന് തന്നെ കുറച്ച് സ്ഥലങ്ങളിലേക്ക് മാറേണ്ട വന്നു. അന്ന് സ്ഥലങ്ങൾ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ സ്ഥലങ്ങളൊക്കെ മാറി ഞങ്ങളങ്ങനെ മാറി ഓരോ 2-3 മാസം കൂടുമ്പം നമ്മുടെ ക്ലാസ് റൂംസൊക്കെ മാറി സഞ്ചരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ ടീച്ചേഴ്സ് ഹാൻഡിൽ ചെയ്തു. നല്ലോണം ആ ഒരു ബാച്ചിനെ ഉപേക്ഷിക്കാതെ നല്ലോണം ഞങ്ങളെ കൊണ്ടുപോയി. അതിൻ്റെ അകത്ത് നല്ലോണം പ്രാക്ടീസ് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് വന്നേക്കുന്ന ഞങ്ങൾ കുറേ ആളുകൾ ഇന്ന് ഫീൽഡിൽ ഉണ്ട്. ദൈവം സഹായിച്ച് ഇവിടം വരെ ഉണ്ട്. അതിൻ്റെ ഒരു ക്രെഡിറ്റ് പോകുന്നത് നമ്മുടെ ടീച്ചേഴ്സിനാണ്. അപ്പം നമ്മൾ ടീച്ചേഴ്സ് നമ്മുടെ സ്റ്റുഡൻസ് ചിലപ്പം പറയുകയോ പഠിച്ചിട്ടൊന്നും ആയില്ല, ടീച്ചേഴ്സ് അവർ കുറച്ചേ പഠിപ്പിക്കുന്നു, 2 ലൈനെ പഠിപ്പിക്കുന്നുള്ളൂ. അങ്ങനെയല്ല, അവർ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ കറക്റ്റായിട്ടുള്ള വേയിൽ പഠിപ്പിക്കുന്നു. നല്ല ടീച്ചേഴ്സ്, ഞാൻ പറഞ്ഞ നല്ല ടീച്ചേഴ്സ്. അപ്പം അവർ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ നന്മയ്ക്കായിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പം നല്ലോണം നമ്മൾ പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ അതിൻ്റെ അകത്ത് വിജയിക്കത്തുള്ളൂ. അപ്പം അത് കഴിഞ്ഞിട്ടൊക്കെ വന്ന് എന്നോട് മാത്യു സാറിന് ഗ്രേഡ് എക്സാം ചെയ്യാൻ റോയൽ സ്കൂൾ ഓഫ് മ്യൂസിക് ലണ്ടൻ്റെ ഗ്രേഡ് എക്സാം ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ഗ്രേഡ് 4 ചെയ്തു. അത് കഴിഞ്ഞ് ഫ്യൂച്ചറിൽ കുറേ ഗ്രേഡ്സുകൾ നമുക്ക് ചെയ്യേണ്ടി വന്നു. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഒരു വയലിൻ ജേർണി. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പ്രോഗ്രാം വായിക്കാൻ തുടങ്ങി. കോട്ടയത്തെ പാലയിലുള്ള പാല സൂപ്പർ ബീറ്റ്സിൽ അങ്ങനെ കുറേ ഓർക്കസ്ട്രകൾ, പിന്നെ പ്ലേ ബാക്സിനോട് വായിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മുടെ ഒരു വയലിനിൽ നമ്മൾ ഇവിടം വരെ എത്തിയത്. അപ്പം അതിൻ്റെ അകത്ത് ഒത്തിരി നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റി. ഒത്തിരി സ്റ്റേജുകൾ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റി. പല ഇംഗ്ലീഷ് മ്യൂസീഷ്യൻ്റെ കൂടെ നമുക്ക് പ്ലേ ചെയ്യാൻ ഇവിടെ വന്നിട്ട് എനിക്ക് പറ്റി. അതൊക്കെ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ഒരു മിടുക്ക് കൊണ്ടാണ്, അല്ലാതെ നമ്മുടെ മിടുക്ക് കൊണ്ടല്ല. നമ്മുടെ മിടുക്ക് ഒരു പകുതി ഒരു ക്വാർട്ടർ പോർഷൻ എന്ന് പറയാൻ പറ്റില്ല. അവർ ടീച്ച് ചെയ്യുന്ന മെത്തേഡ് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടം വരെ എത്തിയത്. തീർച്ചയായിട്ടും അതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല ടീച്ചേഴ്സിനെ കണ്ടെത്തുക. നല്ല ടീച്ചേഴ്സ് നല്ലോണം പഠിപ്പിക്കുന്ന നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അങ്ങനെയുള്ള ടീച്ചേഴ്സിനെ നിങ്ങൾ കണ്ടെത്തി നിങ്ങളുടെ കരിയർ നിങ്ങൾ നല്ലോണം ചെയ്യുക. അതിനുപരി പ്രാക്ടീസും വേണം. അപ്പോൾ ഇത്രയൊക്കെ ചെറിയൊരു കാര്യങ്ങളാണ്. അപ്പം വലിയ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, അത് വേറെ വീഡിയോ പറയാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസത്തിൽ വീഡിയോയുടെ നിർത്തുന്നു. ഒരു കാര്യം കൂടെ, നമ്മുടെ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം കമൻറ്റ് ഇടുക, ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ഇടുക. അപ്പോൾ എല്ലാവർക്കും ബൈ, സീ യു സൂൺ.